بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحابته ومن اتبع هداه إلى يوم الدين. أما بعد، سورة والعصر ആണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയത്. ആ സൂറത്ത് ഒരു പ്രാവശ്യം കൂടി ഓതി ആരംഭിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. والعصر കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്. അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ മനുഷ്യരും എന്നാണ് പെടുക. ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. 4 ഗുണങ്ങൾ ഉള്ളവരല്ലാതെ. ഒന്നാമത് പറഞ്ഞത് ഇല്ലല്ലദീന ആമനു, ഈമാനുള്ളവർ. ഈമാൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം, റസൂലുള്ളാഹി അറിയിച്ചു തന്ന കാര്യങ്ങളെല്ലാം ആ വിശ്വാസത്തിൽപ്പെടും. പ്രത്യേകിച്ച് ഹദീസ് ജിബ്രീലിൽ വന്നിട്ടുള്ള ഈമാൻ കാര്യങ്ങൾ. അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഈമാൻ കാര്യം എന്ന് പഠിച്ച 6 കാര്യങ്ങൾ പ്രത്യേകമായും അതിൽ പെടും. അതുപോലെ അമൽ സാലിഹാത്ത്, അവിടെയാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അമൽ സാലിഹാത്ത്, സൽപ്രവർത്തനങ്ങൾ. ഒരു കാര്യം സൽപ്രവർത്തനമാകണമെങ്കിൽ 2 നിബന്ധനകൾ അതിന് ഉണ്ടാവുക തന്നെ വേണം. ആ 2 നിബന്ധനകൾ അല്ലെങ്കിൽ അള്ളാഹു ഒരിക്കലും അത് സ്വീകരിക്കുകയില്ല. ഒന്ന് ആയാലും സ്വീകരിക്കുകയില്ല. അൽ അവൽ അൽ ഇഖ്ലാസു ലില്ലാഹി അസ്സ വജൽ. ഒന്നാമത്തേത് എന്താണ്? അൽ ഇഖ്ലാസ്. ആ കാര്യം അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക, അതിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കുക. ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. വലിയ ശിർക്കോ ചെറിയ ശിർക്കോ അതിൽ കലരാൻ പാടില്ല. വലിയ ശിർക്ക് കലർന്നാൽ സകല അമലും പൊളിഞ്ഞു പോകും. ചെറിയ ശിർക്കാണെങ്കിൽ ചെയ്യുന്ന ആ അമൽ പൊളിഞ്ഞു പോകും. ശിർക്കൊരിക്കലും അള്ളാഹു പൊറുക്കുകയില്ല, അതിൽ നിന്ന് മടങ്ങി ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നാലല്ലാതെ. ഈ ഇഖ്ലാസ് വേണം. രണ്ടാമത്തേത് അൽ മുതാബഅതു ലിർറസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, കാണിച്ചു തന്നതുപോലെ ആയിരിക്കണം. ഓരോരുത്തർക്ക് അവർക്ക് തോന്നിയതുപോലെ ചെയ്യാൻ പാടില്ല. അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണെങ്കിലും അള്ളാഹു സ്വീകരിക്കുകയില്ല. വദാലിക അന്നൽ അമൽ ഇദാ ലം യകുൻ ഖാലിസൻ ലില്ലാഹ് ഫഹുവ മർദൂദുൻ. അമൽ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ അള്ളാഹു സ്വീകരിക്കുകയില്ല, അത് മർദൂദാണ്, തള്ളപ്പെട്ടതാണ്. قال الله تبارك وتعالى في الحديث القدسي الذي يرويه النبي صلى الله عليه وعلى آله وسلم. ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു ഹദീസുൻ ഖുദുസി അഥവാ അള്ളാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്ന ഹദീസിനാണ് എന്ത് പറയുക? ഹദീസുൻ ഖുദുസിയുൻ. ഖുദുസിയായ ഹദീസ്, ഖുദുസിയ പരിശുദ്ധമായത് എന്നാണ് അതിന്റെ അർത്ഥം. ഈ പറയാൻ പോകുന്ന ഹദീസ് ഈ കിതാബിൽ തന്നെ മുമ്പ് ഒരു സ്ഥലത്ത് ഉദ്ധരിച്ചത് കൊണ്ടാണ് അങ്ങനെ ഷെയ്ഖ് പറയുന്നത് മുമ്പ് പറഞ്ഞിരിക്കുന്നു. അഥവാ ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് കിതാബ് സുഹദ്. സഹീഹ് മുസ്ലിമിലെ കിതാബ് സുഹദ് എന്ന അധ്യായത്തിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അന അഗ്ന ശുറകാഇ അനി ശിർക്ക്. അന അഗ്ന ശുറകാഇ അനി ശിർക്ക്. പങ്ക് ആവശ്യമില്ലാത്തവനാണ് ഞാൻ.
അള്ളാഹു അള്ളാഹിനെ ശരീക്കാക്കിയിട്ടുണ്ട് പലരും. പക്ഷെ അങ്ങനെയുള്ളതിന് പങ്കാവശ്യമില്ലാത്തവനാണ് അള്ളാഹു. ഒരാൾക്ക് കൊടുത്തിട്ട് അതിന്റെ പങ്കുണ്ടല്ലോ, അത് അള്ളാഹ്ക്ക് ആവശ്യമില്ല. അള്ളാഹ്ക്ക് മാത്രമാണെങ്കിൽ മാത്രമേ അള്ളാഹ്ക്ക് ആവശ്യമുള്ളൂ. പങ്കാവശ്യമില്ലാത്ത എന്നാൽ ശരീക്കാക്കപ്പെട്ട അവനാണ് അള്ളാഹു. അള്ളാഹിനെ ശരീക്കാക്കിയിട്ടുണ്ട് പലരും, പക്ഷെ അള്ളാഹ്ക്ക് ആവശ്യമുണ്ടോ? ഇല്ല. അള്ളാഹു സ്വീകരിക്കില്ല. മൻ ആമില അമലൻ, അള്ളാഹു പറയുകയാണ്, മൻ അമല അമിലൻ അശ്റക ഫീഹി മഈ ഗൈരി തറക്തുഹു വശിർക. ആരെങ്കിലും ഒരു അമല് ചെയ്തു, അശ്റക ഫീഹി മഈ ഗൈരി, അതിൽ എന്റെ കൂടെ മറ്റു വല്ലവരെയും അവൻ പങ്കു ചേർത്തുവെങ്കിൽ തറക്തുഹു, അവനെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു, വശിർകഹു, അവന്റെ പങ്കും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. അള്ളാഹ്ക്ക് വേണ്ട. അത് വലിയ രീതിയിൽ ഇബാദത്ത് തന്നെ മറ്റുള്ളവർക്കാണെങ്കിൽ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അങ്ങനെ ഉള്ള വലിയ ശിർക്കാണെങ്കിൽ ആണെങ്കിലും ശരി, അതല്ല ഒരാളെന്തെങ്കിലും ചെയ്യുന്നത് സദഖ കൊടുക്കുകയാണ് ആളുകളെ കാണിക്കാൻ വേണ്ടി, നാട്ടുകാർ നല്ല ധർമ്മിഷ്ഠനെന്ന് പറയാൻ വേണ്ടി, അള്ളാഹു സ്വീകരിക്കുകയാണ്. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء. അള്ളാഹു അവരോട് കൽപ്പിച്ചിട്ടില്ല അള്ളാഹ്ക്ക് മാത്രം ആയിക്കൊണ്ട് ഇബാദത്ത് ചെയ്യാനല്ലാതെ, അത് മാത്രമേ അള്ളാഹ്ക്ക് ആവശ്യമുള്ളൂ. ഷേഖ് പറയുന്നു, ഫലൗ ഖുംത തുസല്ലി മുറാഅതൻ ലിന്നാസ്, നീ നമസ്കരിക്കുകയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ്? ആളുകളെ കാണിക്കാൻ. ഔ തസദ്ദഖ്ത മുറാഅതൻ ലിന്നാസ്, അല്ലെങ്കിൽ നീ ദാനം ചെയ്യുകയാണ് ആളുകളെ കാണിക്കാൻ. ഔ തലബ്തൽ ഇൽമ മുറാഅതൻ ലിന്നാസ്, അല്ലെങ്കിൽ നീ ഇൽമ പഠിക്കാൻ, മതവിജ്ഞാനം സ്വീകരിക്കാൻ. എന്തിനു വേണ്ടി? ആളുകളെ കാണിക്കാൻ വേണ്ടി. അവൻ ചോദിക്കുമല്ലോ, എന്താ ഇന്നലെ കാണാത്തത്, ഇവ നാളെ അവനെ കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇൽമ പഠിക്കാൻ ഇറങ്ങാണ്. അല്ലെങ്കിൽ ജനങ്ങൾ അറിയണം ഞാൻ താലിബ് ഇൽമാണെന്ന് അറിയണം എന്നതിനു വേണ്ടി ഇൽമ പഠിക്കുക. ഔ വസൽത റഹിം, അല്ലെങ്കിൽ നീ കുടുംബബന്ധം ചേർക്കുക, മുറാഅതൻ ലിന്നാസ്, ജനങ്ങളെ കാണിക്കാൻ. ഔ ഗൈരി ദാലിക്, ഇതിലേതെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും ഒന്നാകട്ടെ, ഫൽ അമലു മർദൂദുൻ, ചെയ്ത പണി ബാത്തിലാണ്, അത് അല്ലാഹു തള്ളിക്കളയും. ഹത്താ വഇൻ കാന സാലിഹൻ ഫി ളാഹിരിഹി, പുറമേക്ക് അത് നല്ല സാലിഹായ പ്രവർത്തനമാണെങ്കിലും ശരി. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറയോട് പറഞ്ഞിട്ടുള്ളത്, ആദ്യമായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകളാരാണ്? ഒരു മനുഷ്യൻ, അയാൾ ഇസ്ലാമിന് വേണ്ടി പോരാടി മരിച്ച ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിളിക്കും, എന്നിട്ട് അവനോട് ചോദിക്കും, നിനക്ക് ഞാൻ ഇന്ന അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു തന്നിട്ടില്ലേ, നീ അതിനെന്താണ് പകരം ചെയ്തത്? അയാൾ പറയും, ഖാതൽതു ഫീക ഹത്താ ഖുതിൽതു, അല്ലാഹു ഞാൻ നിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്തു, ഞാൻ പോരാടി മരിക്കുവോളം. അല്ലാഹു പറയും, കദബ്ത, നീ പറഞ്ഞത് കളവാണ്. വലാകിന്നക ഖാതൽത, നീ യുദ്ധം ചെയ്തത് എന്തിനാണ്? നിന്നെ പറ്റി ആളുകൾ ജരീഉൻ, നീ നല്ല ധീരനാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. അള്ളാഹു കൽപ്പിക്കും, അവനെ മുഖം നിലത്ത് വലിച്ചരച്ച് നരകത്തിലേക്ക് വലിച്ചെറിയും. പിന്നെ ഒരാളെ കൊണ്ടുവരും. ആരാണത്? ഒരു ആലിം അല്ലെങ്കിൽ ഒരു ഖാരി. രണ്ട് റിവായത്ത് വന്നിട്ടുണ്ട്. ദീൻ പഠിപ്പിച്ച ഒരാൾ, അല്ലെങ്കിൽ ഖുർആൻ പഠിച്ച ഒരാൾ. അയാളോട് ചോദിക്കും, നിങ്ങൾക്ക് ഇന്ന് അനുഗ്രഹങ്ങളൊക്കെ ചെയ്തെന്നില്ലേ, നീ എന്താണ് അതുകൊണ്ട് ചെയ്തത്? അയാൾ പറയും, ഞാൻ തഅല്ലംതുൽ ഇൽമ വഅല്ലംതു, ഞാൻ ദീൻ പഠിച്ചു എന്നിട്ടത് പഠിപ്പിച്ചു. അല്ലാഹു പറയും, കദബ്ത, നീ പറഞ്ഞത് കളവാണ്. വലാകിന്നക തഅല്ലംതൽ ഇൽം ലിയുഖാല ആലിമുൻ, നീ എന്തിനാണ് പഠിച്ചത്? ഒരു ആലിമാണെന്ന് ആളുകൾ പറയാം, അല്ലെങ്കിൽ ഖാരിയാണ്, നല്ല ഓത്തുകാരനാണെന്ന് ആളുകൾ പറയാൻ വേണ്ടിയാണ്. ഫഖദ് ഖീൽ, അത് പറയപ്പെട്ടു, അത് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. മറ്റേ ആളോട് അങ്ങനെ തന്നെ പറയും, ധീരനാണെന്ന് പറയാൻ ഫഖദ് ഖീൽ, അത് ആളുകൾ പറയും, ഇത് ഉദ്ദേശം നടന്നിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു കൽപ്പിക്കും, ഇയാളെയും സുബ്ഹാനല്ലാഹ് ദീൻ പഠിപ്പിച്ച ആള്, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുന്നവരാകട്ടെ, വലിച്ചയച്ച നരകത്തിൽ പെടുന്ന. മൂന്നാമതൊരാളെ കൊണ്ടുവരും. ആരെയാണ്? ഒരു പണക്കാരൻ. അള്ളാഹു അയാളോട് ചോദിക്കും, നിനക്ക് അനുഗ്രഹങ്ങൾ ചെയ്ത് തന്നില്ല, നീ എന്താണ് ചെയ്തത്? അയാൾ പറയും, അള്ളാഹുവെ, ഞാൻ ചെലവഴിക്കാനുള്ള ഒരു വഴിയും വിട്ടിട്ടില്ല, നിന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിച്ചു. അള്ളാഹു പറയും, കദബ്ത, നീ പറഞ്ഞത് കളവാണ്, മറിച്ച് നീ ചെയ്തത് എന്തിനാണ്? ലിയുഖാല ജവാദുൻ, അയാൾ നല്ല ഉദാഹരണമാണ്, എന്താ അയാളെപ്പോലെ ദാനശീലം വേറെ ആരാളുള്ളത് എന്നൊക്കെ ആളുകൾ പറയാൻ വേണ്ടിയാണ് നീ കൊടുത്തത്. ഫഖദ് ഖീൽ, അത് പറയപ്പെട്ടു കഴിഞ്ഞു.
അയാളെ ഇതേപോലെ വലിച്ചയച്ച് നരകത്തിൽ വലിച്ചത്. സുബ്ഹാനല്ലാഹ്. റിയായിന്റെ അപകടം നോക്കും, സുംഅത്തിന്റെ അപകടം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലബുൽ ഇൽമിനെ പറ്റി പറഞ്ഞു, ദീൻ പഠിക്കുന്നതിനെ പറ്റി പറഞ്ഞു. മൻ തഅല്ലമൽ ഇൽമ ലിയുജാരിയ ബിഹിൽ ഉലമാ ഔ ലിയുമാരിയ ബിഹി സുഫഹാ ഔ യസ്രിഫ ബിഹി വുജൂഹൻ നാസി ഇലൈഹി അദ്ഖലഹു അല്ലാഹു ജഹന്നം. മതവിജ്ഞാനം ആരെങ്കിലും മൻ തഅല്ലമൽ ഇൽമ പഠിച്ചു, എന്തിനു വേണ്ടിയാണ്? ലിയുജാരിയ ബിഹിൽ ഉലമാ, പണ്ഡിതന്മാരുടെ സാമീപ്യം നേടുവാൻ. അവനിങ്ങനെ മൗലവിമാരൊക്കെ കൂടെ നടക്കാൻ വേണ്ടി അവനെന്ത് ചെയ്തു? ദീൻ പഠിക്കുകയാണ്. ആലിങ്ങളുടെ കൂടെ അവരെ കൂടെ കൂടാൻ വേണ്ടി. ഔ ലിയുമാരിയ ബിഹി സുഫഹാ, അല്ലെങ്കിൽ വിവരമില്ലാത്ത ആളുകളോട് തർക്കിക്കാൻ വേണ്ടി, വിഡ്ഢികളോട് തർക്കിക്കുവാൻ, അല്ലെങ്കിൽ ആലിമുകളുടെ കൂടെ ചേരുവാൻ, കൂടെ നടക്കുവാൻ. ഔ യസ്രിഫ ബിഹി വുജൂഹൻ നാസി ഇലൈഹി, അല്ലെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധ അവനിലേക്ക് തിരിക്കുവാൻ, ആളുകളുടെ മുഖം അവനിലേക്ക് തിരിക്കാൻ പ്രശസ്തി ആഗ്രഹിച്ചുകൊണ്ട്, അതിനു വേണ്ടിയാണ്. അവന്റെ ഉദ്ദേശം എന്താണ്? അതാണ്. അത് ഖലഹുല്ലാഹു ജഹന്നം, അള്ളാഹു അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കും. അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം എല്ലാം. മുസ്ലിമിന്റെ ഹറക്കാത്തും സകനാത്തും അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം. നീ മിണ്ടാതിരിക്കുന്നെങ്കിൽ അത് അള്ളാഹ്ക്ക് വേണ്ടി, നീ ചലിക്കുന്നെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടി. എന്നാൽ ഏറ്റവും പ്രയാസമുള്ളത് ഇത് തന്നെയാണ്. മുൻഗാമികൾ പറഞ്ഞു, ഇഖ്ലാസ് നിലനിർത്താൻ ഉള്ള പ്രയാസം പോലെ വേറെ ഒന്നിനും പ്രയാസമില്ല. കാരണം അത് ഖൽബിനാണ്. പിടിച്ചു വെക്കാൻ പറ്റുമോ പോകുമ്പോൾ? ഇല്ല, വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ഇഖ്ലാസ് ഉണ്ടാവണം. കദാലിക്കൽ ഇത്തിബാ, അതുപോലെ തന്നെയാണ് എന്ത്? ഇത്തിബാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ആയിരിക്കണം. ലൗ അന്നക അമിൽത അമലൻ ലം യഅമൽഹു റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം വതഖറബ്ത ബിഹി ഇല അല്ലാഹി മഅൽ ഇഖ്ലാസ് ലില്ലാഹ് ഫഇന്നഹു ലാ യുഖ്ബലു മിൻക. നീ ഒരു പ്രവൃത്തി ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടില്ല, അള്ളാഹ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, ഇഖ്ലാസോടെ ചെയ്യുകയാണ്. ബിദഅത്തുകളുടെ അവസ്ഥ എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക അള്ളാഹിന്റെ പ്രീതി ഉന്നയിച്ചിട്ട്, അള്ളാഹു കൂലിയായിരുന്നു വിചാരിച്ചിട്ടാണ്. അവന് അമൽ സ്വീകരിക്കുകയില്ല, മാത്രമല്ല ശിക്ഷയാണ് അതിനുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? അന ഫർതുകും അലൽ ഹൗദ്, ഞാൻ ഹൗദിൽ നിങ്ങളെക്കാളും മുൻപേ എത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദുൽ കൗസർ, അത് ചില ആളുകൾക്ക് തടയപ്പെടും. ആരാണത്? എന്റെ ഉമ്മത്താണെന്ന് പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബിയോട് പറയപ്പെടും, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, നിനക്കറിയില്ല നിനക്ക് ശേഷം എന്തൊക്കെയാണ് അവർ ഈ ദീനിൽ പുതുതായി ഉണ്ടാക്കിയത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സുഹ്ഖൻ സുഹ്ഖൻ ലിമൻ ഗയ്യറ ബഅദി, എനിക്ക് ശേഷം ദീനിൽ മാറ്റം വരുത്തിയവർ ദൂരെ പോകട്ടെ എന്ന് പറഞ്ഞ ആട്ടിയകറ്റും. ബിദഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കത്തിക്കുത്തും കൊലപാതകം എന്നല്ല ബിദഅത്ത്. പിന്നെ നല്ലതാണെന്നാണ് ആളുകൾ വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിരിക്കും. ഇന്നല്ലാഹ ഹജബ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു, അല്ലാഹു ഏതൊരു ബിദ്അത്തുകാരന്റെയും തൗബ തടഞ്ഞു വെച്ചിരിക്കുന്നു, അവൻ ബിദ്അത്ത് ഒഴിവാക്കുന്നത് വരെ. കാരണം ബിദ്അത്ത് പറഞ്ഞാൽ അള്ളാഹിന്റെ പേരിൽ കളവ് പറയല. അം ലഹും ശുറകാ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാഹ്, ഖുർആനിൽ അള്ളാഹു പറഞ്ഞു അവർക്ക് ചില പങ്കുകാരുണ്ടോ, അള്ളാഹു അനുവദിക്കാത്തത് ദീനായി അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ. അതാണ് ചെയ്യുന്നത്, അള്ളാഹിന്റെ പേരിൽ കളവ് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം അത് പാലിച്ചില്ല എന്ന് പറയലാണ് ബിദ്അത്ത്. അതാണ് ഇമാം മാലിക് പറഞ്ഞത്, من ابتدع في الإسلام بدعة رآها حسنة فقد زعم أن محمدا صلى الله عليه وسلم خان الرسالة. ആരെങ്കിലും ഇസ്ലാമിൽ മുൻമാതൃകയില്ലാത്തൊരു കാര്യം ഉണ്ടാക്കി എന്നിട്ട് അവൻ അതിനെ നല്ലതായി കാണുകയാണെങ്കിൽ അവൻ ബാധിച്ചിരിക്കുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു. അള്ളാഹ് ഏൽപ്പിക്കാൻ പറഞ്ഞു, എത്തിക്കാൻ പറഞ്ഞത് നബി എത്തിച്ചില്ല. അതല്ല ഇവൻ ചെയ്യുന്നതിന്റെ ഉദ്ദേശം. കാരണം അള്ളാഹു പറഞ്ഞാൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, നിനക്ക് ഞാൻ ദീൻ പൂർത്തിയാക്കി, നിങ്ങൾക്ക് ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, അനുഗ്രഹം സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അന്ന് ദീനല്ലാത്തൊന്നും പിന്നെ ദീനല്ല. അപ്പൊ പുതുതായി ഉണ്ടാക്കിയാൽ നബി പലതും നമുക്ക് പഠിപ്പിച്ചു തന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. കൂലിട്ടാൻ ഇങ്ങനെയും കുറെ കാര്യം ഉണ്ടായിരുന്നു, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. നബിയോട് അല്ലാഹു പറഞ്ഞെന്താ? യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക് ഫഇൻ ലം തഫഅൽ ഫമാ ബല്ലഗ്ത റിസാലതഹു
വല്ലാഹു യഅസിമുക മിനൻ നാസ്. നബിയെ താങ്കൾക്ക് എന്താണോ വഹി തന്നിട്ടുള്ളത് അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. ഇറക്കി തന്നത് അത് എത്തിച്ചു കൊടുക്കുക. അത് ചെയ്തില്ലെങ്കിൽ റിസാലത്ത് എത്തിച്ചു കൊടുക്കാത്ത ആളായി മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചില്ലേ? എത്തിച്ചിട്ടുണ്ട്. നബിക്ക് വ്യക്തിപരമായി ഒരുപാട് പ്രയാസം ഉണ്ടാക്കിയ കാര്യമാണ് സെയ്ദിന്റെ മകളെ ഭാര്യ വിവാഹം ചെയ്യാൻ പറഞ്ഞത്. നബിയുടെ വളർത്തുപുത്രനുണ്ടല്ലോ, ഖുറാനില ഒറ്റ സഹാബിയുടെ പേര് മാത്രമേ ഖുറാനിലുള്ളൂ. ഏത് സഹാബിയാണ്? സെയ്ദ് റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ മുഹമ്മദ് എന്നാണ് ആളുകൾ ആദ്യം വിളിച്ചിരുന്നത്. കാരണം നബിയുടെ വളർത്തുമകനാണ്. അള്ളാഹു പറഞ്ഞ അങ്ങനെ വിളിക്കരുത്. ഉദ്ഉഹും ലിആബാഇഹിം, സ്വന്തം ഉപ്പയിലേക്ക് ചേർത്ത് വിളിക്കുക. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിൻ റസൂലല്ലാഹ് വഖാതമൻ നബിയീൻ. സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹു പറഞ്ഞല്ലോ, മുഹമ്മദ് നിങ്ങളിൽ ഒരാളുടെയും പുരുഷന്മാരുടെ പിതാവല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂലാണ്, അന്തിമ പ്രവാചകനാണ്. അള്ളാഹു പറഞ്ഞതാണ്. അപ്പൊ കൂട്ടി വിളിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് സൈനബിനെ വിവാഹം ചെയ്ത് പിന്നെ തലാഖ് ഇല്ലപ്പോ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ച് വിവാഹം ചെയ്യാൻ എനിക്ക് പ്രയാസം ഉണ്ടായി. കാരണം എന്താ? ആളുകൾ പറയും സ്വന്തം മോന്റെ ഭാര്യയെ വിവാഹം ചെയ്തു അങ്ങനെ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അള്ളാഹു പറഞ്ഞതാണല്ലോ ചെയ്യണ്ടേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. അള്ളാഹു പറഞ്ഞത് അങ്ങനെ തന്നെ സ്വീകരിക്കണം. നാടും വീടും പലതും ഇസ്ലാമിന് വേണ്ടി ഉപേക്ഷിക്കേണ്ടി വരും. ചിലപ്പോ അഭിമാനവും ഉപേക്ഷിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ പരിഹസിക്കുന്നത് പഠിക്കാതെ അതിനെ കുറിച്ചാണ് അള്ളാഹു ആ സൂറത്തിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലദീന യുബല്ലിഗൂന റിസാലത്തില്ലാഹ് വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബ. അള്ളാഹുവിന്റെ റിസാലത്ത് അങ്ങനെ തന്നെ എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നു. അള്ളാഹിനെ ഭയപ്പെടുന്നു. വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ ഒരാളെയും പേടിക്കുകയില്ല. വകഫാ ബില്ലാഹി ഹസീബ, കണക്ക് നോക്കാൻ അള്ളാഹു മതി. അള്ളാഹിന്റെ ദിനം അങ്ങനെ തന്നെ പറയണം. ആളുകളെ നോക്കിയിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ്, മുൻ കഴിഞ്ഞ പ്രവാചകന്മാർ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തിയാക്കിയിരിക്കുന്നു ദീൻ. വേറൊന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല. കൂട്ടിച്ചേർത്താൽ അത് വൻപാപങ്ങളെക്കാളും വലിയ തെറ്റാണ്. കൊലപാതകത്തെക്കാളും വലിയ തെറ്റാണ് എന്ത്? ബിദഅത്ത്. ശിർക്ക് കഴിഞ്ഞാൽ തൊട്ട് താഴെയാണ് ബിദഅത്ത്. കാരണം അതാണ് സുഫിയാൻ സൗരി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്, അൽ ബിദഅത്തു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ ലിഅന്ന അൽ ബിദഅത ലാ യുതാബു മിൻഹാ. ഇബ്ലീസിനെ മാസിയത്തിനേക്കാളും ഇഷ്ടം, പാപങ്ങളെക്കാളും ഇഷ്ടം എന്താണ്? ബിദഅത്താണ്. കാരണം ബിദഅത്തിൽ നിന്ന് തൗബ ചെയ്യുകയില്ല. നല്ലതാണ് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്, പിന്നെ തൗബ ചെയ്യോ? അതുകൊണ്ടാണ് തെറ്റാണെന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കുന്നത്. മറ്റു വൻഭാഗം കള്ളുപിടിക്കുന്നവനോട് തെറ്റാണെന്ന് പറഞ്ഞാൽ അവന് ദേഷ്യം പിടിക്കൂല. നീ പറയുന്നത് ശരി തന്നെയാണ്, പിന്നെ നിർത്തണമെന്നുണ്ട്, എന്താ ചെയ്യാ എന്ന് പറയും. പൊതുവെ ആളുകൾ അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് പലർക്കും ശിർക്ക് വിദഅത്തിനെ എതിർക്കാതെ മറ്റു പലതും പറഞ്ഞിട്ട് എക്സ്പ്രസ് ഹൈവേയും കൊക്കക്കോളയും ചെങ്ങറ സമരവും അങ്ങനെ ആദിവാസികളുടെ പ്രശ്നവും ഇങ്ങനത്തെ എല്ലാവർക്കും പൊതുവെ അത് ശരി തന്നെയല്ലോ എന്ന് തോന്നുന്ന കാര്യം പറയുന്നത് എന്തുകൊണ്ടാ? ആളുകളെ പേടിച്ചിട്ടാണ്. ആളുകൾക്ക് ഇത് പറയുന്നത് ഇഷ്ടപ്പെടില്ല. അവർ നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആളുകളെ പേടിച്ചിട്ടാണ് അങ്ങനെ പറയേണ്ടത് പറയാത്തത്. യഥാർത്ഥത്തിൽ അത് ദുനിയാവിൽ മാത്രം ബാധിക്കുന്ന പല കാര്യങ്ങൾ. പക്ഷെ വിദഅത്ത് ചെയ്താലോ, ഇവൻ ശിർക്ക് ചെയ്താലോ ഇവൻ പരലോകത്താണ് കുടുങ്ങി പോവുക. അതാണ് ആദ്യം പറയേണ്ടത് ജനങ്ങളോട്. കാരണം അവരോട് നസീഹത്ത് ഉണ്ടെങ്കിൽ, അവർ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അതാണ് ആദ്യം പറയുന്നത്. പരലോകത്തെ രക്ഷയല്ല ഏറ്റവും വലിയ രക്ഷ. ദുനിയാവിലൂടെ എന്തെങ്കിലും പ്രയാസം ഉണ്ടായാലും പരലോകത്തെ രക്ഷപ്പെടണം. പക്ഷെ ദുനിയാവിൽ മാത്രം ഉണ്ടായാൽ മതി, ദുനിയാവിൽ നമ്മൾ പ്രയാസമില്ലാതെ ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു നമ്മുടെ ഈ കാര്യത്തിലില്ലാത്തത്, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. ദീനിലില്ലാത്തൊരു കാര്യം ചെയ്താൽ ഫഹുവ റദ്ദുൻ. ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ് ഈ ഹദീസ്. ഇമാം മുസ്ലിമിന്റെ റിവായത്താണ്. ബുഖാരിയിലുണ്ട്, മൻ അഹ്ദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആരുടെ ഹദീസാ? ഏത് സഹാബിയ? ആയിഷ റളിയല്ലാഹു അൻഹാ. ഇഖ്ലാസ് പഠിപ്പിക്കുന്ന ഹദീസ് ആരാ റിവായത്ത് ചെയ്തത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ എന്ന ഹദീസ്. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. ഇസ്ലാമും മറ്റു ദീനും തമ്മിലുള്ള വ്യത്യാസം തന്നെ ഇതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മറ്റുള്ള ദീനിൽ ആരെങ്കിലും ആരാധിക്കുന്നുണ്ടാവും? അല്ല, നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയത്? ഇത് നമ്മൾ പണ്ട് ഇവിടെ ചെയ്തു വരുന്നതാണ്. പണ്ട് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നത്ര
അങ്ങനെയാണത്ര ഇതിന്റെ ഐതിഹ്യം. പേരെന്താ? ഐതിഹ്യം. ഐതിഹ്യം പുരാണക്കെട്ട്. ആരാ ചെയ്യുന്നത്? ആർക്കും അറിയില്ല. ആർക്കും തുടങ്ങാം. ആദ്യം എഴുതി വെച്ച് തുടങ്ങും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഓട്ടുപുര ഉണ്ടാക്കും. പിന്നെ അത് ഊട്ടുപുരയാവും. അങ്ങനെ പിന്നെ കുറെ കാലം കഴിയുമ്പോൾ ശ്രീ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞ വലിയ ഇതായി മാറും. കാരണം എന്താ? അതങ്ങനെ ആളുകൾ ചെയ്യുന്ന ഉണ്ടായിക്കോളും. ഏതാൾ ദൈവം വന്നാലും നാലുണ്ടാവും. ഇവിടെ തലശ്ശേരിയിലൊന്ന്. അപ്പൊ ഉണ്ടാക്കാൻ യാതൊരു പ്രകാരം എന്താ? ദീനിന്റെ അടിസ്ഥാനമില്ല. ആർക്കും ഇത് ഉണ്ടാക്കാം. എന്താ പിന്നെ ഇസ്ലാമും മറ്റു ദീനും തമ്മിലുള്ള വ്യത്യാസം? ഇസ്ലാം എന്ന് പറഞ്ഞാൽ തോന്നിയത് പോലെ ഉണ്ടാക്കാൻ പറ്റൂല. തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള ദീനാണ്. ഷഹാദത്തിൽ തന്നെ ഉണ്ടത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂൽ. അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്ത് പാടുള്ളൂ. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യേണ്ടത് ആര് പഠിപ്പിച്ചതുപോലെയാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാണ് റസൂലിനെ അയച്ചത്. പിന്നെ റസൂലിനെ അയച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യണം. അള്ളാഹുവിന്റെ വഹീ, അള്ളാഹിനെ എങ്ങനെ ആരാധിക്കണം അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചു. ഒരാൾക്കും പുതിയതുണ്ടാക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തറക്തുക്കും അലൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ. ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് വെളുവെളുത്തൊരു മാർഗത്തിലാണ്. ലൈലുഹാ കനഹാരിഹാ, അതിന്റെ രാത്രി പോലും പകല് പോലെ വെട്ടിത്തിളങ്ങുന്നതാണ്. ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലി. നശിച്ചവനല്ലാതെ എനിക്ക് ശേഷം ഇന്ന് തെറ്റിപ്പോകില്ല. ഇസ്ലാം വ്യക്തമാണ്. തറക്തു ഫീകും ഷൈഅൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിതെറ്റി പോവുകയില്ല. കിതാബല്ലാഹ് വസുന്നത റസൂലിഹി, അള്ളാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തും. അതാരും മനസ്സിലാക്കണം. സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതാണ്, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അവർ സന്മാർഗത്തിലാകുമായിരുന്നു. വഇൻ തവല്ലൗ, അതിൽ നിന്ന് അവർ തെറ്റിപ്പോയാൽ, തിരിഞ്ഞു കളഞ്ഞാൽ, ഫഇന്നമാ ഹും ഫീ ശിഖാഖ്, അവർ പരസ്പരം കക്ഷിത്വത്തിലാണ്. ഗ്രൂപ്പിസ് ഉണ്ടാവും, പാർട്ടികൾ ഉണ്ടാവും, തമ്മിത്തല്ലുണ്ടാവും. സഹാബത്തിന്റെ മാർഗം വിട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത്, അള്ളാഹുവിന്റെ കിതാബ്, ഇത് മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. പിന്നെ കള്ള ഹദീസിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഫദായിലെ അമാലിനും പിന്നെ അമലുകളുടെ ശ്രേഷ്ഠത പറയാനും പല കാര്യത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ പറയാത്ത ഹദീസുകൾ അതിന്റെ ആവശ്യമില്ല. കാരണം എന്താണ്? സഹീഹായ ഹദീസുകൾ അത് ഉണ്ടാവുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖിയാമത്ത് നാൾ വരെ. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, മൻ ഹദ്ദസ അന്നി ബിഹദീസിൻ യുറാ അന്നഹു കദിബുൻ ഫഹുവ അഹദുൽ കാദിബൈൻ. ഇമാം മുസ്ലിം സഹീഹിൽ ഒന്നാമതായി ഉദ്ധരിച്ച ഹദീസിലാണ്. ഒന്നാമത്തെ ഹദീസ് സഹീഹ് ബുഖാരിയിൽ ഇന്നമൽ അഅ്മാലല്ലേ, സഹീഹ് മുസ്ലിമിൽ ഒന്നാമത്തെ, അതായത് മുഖദ്ദിമയിലാണ്, ആമുഖം പറയുന്ന കൂട്ടത്തിൽ. അങ്ങനെ അതിൽ കുറെ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം മുസ്ലിം. അതും സഹീഹ് മുസ്ലിമിലെ ഹദീസുകളായി തന്നെയാണ് കൂട്ടാറുള്ളത്. അതിലൊന്നാമത്തെ ഹദീസ് ഇതാണ്. ആരെങ്കിലും എന്റെ പേരിൽ ഒരു ഹദീസ് പറഞ്ഞു, അത് കളവാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഫഹു അഹദുൽ കാദിബൈൻ, അവൻ രണ്ട് കള്ളന്മാരിൽ ഒരുവനാണ്. എത്ര സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട് മുൻഗാമികൾ. ഇബ്നു അബ്ബാസ്, ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഒരാൾ വരും. എന്നിട്ട് ഇങ്ങനെ കുറെ ഹദീസുകൾ പറയും. അപ്പൊ ഈ സഹാബി ശ്രദ്ധിക്കുകയില്ല. അത് പറയും, നിങ്ങൾ എന്താ ശ്രദ്ധിച്ച, അള്ളാന്റെ പേരുള്ള ഹദീസല്ലേ പറയുന്നത്. അപ്പോ ഈ സഹാബി പറയാണ്, ഒരു കാലമുണ്ടായിരുന്നു, അന്ന് ഹദീസ് ഒരാൾ ഖാല റസൂലുള്ളാഹ് എന്ന് പറയുന്നത് കേട്ടാൽ ഞങ്ങൾ അവന്റെ അടുത്തേക്ക് ഞങ്ങളുടെ ദൃഷ്ടികളെ വളരെ വേഗത്തിൽ പായിക്കും. അതുപോലെ ഞങ്ങളുടെ കാത് കൂർപ്പിച്ച് കേൾക്കും. പക്ഷേ ജനങ്ങൾ ഇന്ന് പലയിടത്തും കയറാൻ തുടങ്ങിയപ്പോൾ, കണ്ടതും കേട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായതല്ലാതെ, സഹിയാണെന്ന് മനസ്സിലായതല്ലാതെ ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് തീരുമാനിച്ചു. ആരാ പറയുന്നത്? സഹാബിമാർ ജീവിച്ചിരുന്ന കാലത്ത് പോലും ചില ആളുകൾ ഇങ്ങനെ ഇതിൽ ഈ കളി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പല പിഴച്ച കക്ഷികളുണ്ടായിട്ടുണ്ടല്ലോ, അതിലൊരു അലസവനോ. അപ്പൊ സഹാബിമാർക്ക് സ്വീകരിച്ചതാണിത്. എന്തിനാ അവർ സനദ് നോക്കി അരിച്ച് സഹിഹായ ഹദീസ് ഉണ്ടാക്കി തോന്നിയതെല്ലാം എടുത്താൽ പോരെ? പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടത് എടുക്കാൻ പാടുള്ളൂ. എന്താ തെളിവ്? ഖുർആനിലായത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. സഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം ഈ ആയത്ത് കൊടുത്തിട്ടുണ്ട്. എന്തിനുള്ള തെളിവായിട്ട്? സനദ് നോക്കണം എന്നുള്ള തെളിവായിട്ട്. ഒരു ഫാസിഖ് എന്തെങ്കിലും വാർത്തയും കൊണ്ടുവന്നാൽ കാള വെറ്റൂന്ന് കേട്ടാൽ
കയറെടുക്കരുത്. തബയ്യനു, നന്നായി അന്വേഷിക്കണം. അതെന്തിനാണ്? ഹദീസിനെ സനദ് നോക്കാൻ വേണ്ടി പണ്ഡിതന്മാർ ഈ ആയത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് പറഞ്ഞു, അൽ ഇസ്നാദു മിനദ്ദീൻ. സനദ് എന്ന് പറയുന്നത് എന്തിൽപ്പെട്ടതാണ്? ദീനിൽപ്പെട്ടതാണ്. പരമ്പര നോക്കണം. അത് പഠിച്ച ഉലമാക്കൾക്ക് മാത്രമേ അത് നോക്കാൻ പറ്റുള്ളൂ. അൽ ഇസ്നാദു മിനദ്ദീൻ വലൗലൽ ഇസ്നാദ് ലഖാല മൻ ശാഅ മാ ശാ. ഈ സനദില്ലായിരുന്നുവെങ്കിൽ തോന്നിയവൻ തോന്നിയത് പറഞ്ഞേനെ. ദീനിൽ ആർക്കും ഇസ്ലാമിൽ അങ്ങനെ പറയാൻ പറ്റൂല. കാരണം എന്താ? പിടിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടത് മാത്രം. അത് പഠിക്കാൻ നമ്മൾ തയ്യാറാവും. വേറൊരു രക്ഷയില്ല. ഭിന്നിപ്പുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, കക്ഷികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒന്നേ സ്വർഗത്തിൽ പോവുള്ളൂ. അപ്പൊ ഞാൻ വീട്ടിലിരുന്നോളാം വിചാരിച്ചിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ ദീനാണ്, പരലോകത്തേക്കുള്ള കാര്യമാണ്. പഠിക്കുക തന്നെ വേണം, നന്നായി പഠിക്കണം. അള്ളാഹിനോട് ദുആ ചെയ്യുക. അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഇൻഷാ അള്ളാഹ് നേരായ മാർഗത്തിൽ നമ്മൾ എത്തും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരു ദുനിയാവിലെ ഏതെങ്കിലും ഒരു 6 ശമ്പളമുള്ള ഒരു ജോലി ആണ്. ഇന്ന് നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു ഭാഷ പഠിക്കണം. ജർമ്മൻ ഭാഷയോ ഫ്രഞ്ച് ഭാഷയോ പഠിച്ചാലേ ആ ജോലി കിട്ടും. പക്ഷെ നല്ല എങ്ങനെ നമ്മൾ പഠിക്കൂലേ? എവിടെയെങ്കിലും പോയിട്ട് പരലോകത്തിൽ രക്ഷപ്പെടാനുള്ള കാര്യം ഇത്, സ്വർഗത്തിലേക്ക് പോകാനുള്ള കാര്യം. പിന്നെ അവിടെ മരിക്കൂല. ഈ ദുനിയാവിലെ അവിടെ മരിക്കുള്ളൂ. അവിടുന്ന് മരിക്കൂല. യൗവനം നശിക്കൂല, വസ്ത്രങ്ങൾ തുരുമ്പിപ്പോവുകയില്ല, സമാധാനം മാത്രം, ഒരു ടെൻഷനുമില്ല. കാലാകാലത്തേക്ക് ഉള്ള ജീവിതം. ഖുലൂദ് ലാ മൗത്ത്, ഖുലൂദുൽ ലാ മൗത്ത്. നരകക്കാരൻ നരകത്തിലും സ്വർഗക്കാരൻ സ്വർഗത്തിലും ആയാൽ മരണത്തെ ഒരു ആടിന്റെ രൂപത്തിൽ കൊണ്ടുവന്ന് അർത്ഥിത്ത് എന്ത് പറയും? ആദ്യം വിളിക്കും സ്വർഗക്കാരെ. ഇപ്പൊ എല്ലാവരും എത്തി നോക്കും പേടിച്ചിട്ട്. സ്വർഗക്കാരാണ് പേടിച്ചിട്ട് നോക്കുന്നത്. എന്തിനാ വിളിക്കുന്നത്? ഇവിടുന്ന് പുറത്താക്കാനായിട്ടാണോ എന്ന് പേടിച്ചിട്ട്. യാ അഹ്ലന്നാർ, നരകക്കാരൻ വിളിക്കുമ്പോൾ നരകക്കാർക്ക് പുറത്തേക്ക് നോക്കും പ്രതീക്ഷയോടെ, സന്തോഷത്തോടെ. ഇവിടുന്ന് രക്ഷപ്പെടുത്താനായിരിക്കും വിളിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴാണ് ആടിനെ കൊണ്ടുവന്ന് അർത്ഥിട്ട് പറയുന്നത്, മരണത്തെ ആടിന്റെ രൂപത്തിൽ കൊണ്ടുവരുന്നത്. യാ അഹ്ലന്നാർ ഖുലൂദുൽ ലാ മൗത്ത്, യാ അഹ്ലൽ ജന്ന ഖുലൂദുൽ ലാ മൗത്ത്. ഇനി ശാശ്വത ജീവിതമാണ്, ഇനി മരണമില്ല. അപ്പൊ നരകക്കാർക്ക് അവരുടെ സങ്കടത്തിന്റെ വ്യസനത്തിന്റെ മുകളിൽ വീണ്ടും സങ്കടവും വ്യസനവും വർദ്ധിക്കും. സ്വർഗക്കാർക്ക് അവരുടെ സന്തോഷത്തിന്റെ മുകളിൽ വീണ്ടും സന്തോഷം. അപ്പൊ അങ്ങനെയുള്ള ലോകത്തേക്ക് വേണ്ടി ആണ് ദീൻ പഠിക്കുക തന്നെ വേണം. ഈ 2 അടിസ്ഥാനം മറക്കരുത്. ഒരു അമൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒന്നെന്താ? അൽ ഇഖ്ലാസ്. രണ്ടാമത്തെ എന്താ? അൽ ഇത്തിബാ. അള്ളാഹ്ക്ക് വേണ്ടി ആയിരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം. ഇസ്ലാമിന്റെ അടിസ്ഥാനം. ഇസ്ലാമും മറ്റുള്ള ദീൻ തമ്മിലുള്ള വ്യത്യാസം തന്നെ ഇതാണ്. എന്ത് വ്യത്യാസം? ഏത് മൊയിലാർക്ക് വന്നിട്ട് എന്ത് പുതിയതുണ്ടാക്കാം? അയാളെ പിന്നിൽ കുറെ ആളും ആർക്കും എത്ര ഇസ്ലാം ഉണ്ടാവും? ഇസ്ലാം വന്നല്ല, ഒരുപാട് ഇസ്ലാം ഉണ്ടാവും. പാടില്ല. അതങ്ങനെ മൂന്നാമത്തെ സിഫ, രക്ഷപ്പെടുന്ന, നഷ്ടത്തിലല്ലാത്ത, ഖുസ്റിൽ ഉൾപ്പെടാത്ത ഇൻസാനാവണമെങ്കിൽ മൂന്നാമത്തെ എന്താണ്? തവാസൗ ബിൽ ഹഖ്, ഐ സാറ ബഅ്ദുഹും യൂസി ബഅ്ദൻ ബിൽ ഹഖ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹഖ് ഉപദേശിച്ചു കൊടുക്കണം. വൽ ഹഖ്, ഹഖ് എന്ന് പറഞ്ഞാൽ ഹുവ ശറഅ. അതെന്താണ്? ദീൻ തന്നെയാണ് അതിന്റെ ഉദ്ദേശം. يعني كل واحد منهم يوصي الآخر إذا رآه مفرطا في واجب أوصاه وقال يا أخي قم بواجب. إذا رآه فاعلا لمحرم أوصاه قال يا أخي اجتنب الحرام. فهم لم يقتصروا على نفع أنفسهم بل نفعوا أنفسهم وغيرهم. ഒരാള് ഒരു വാജിബായത് ചെയ്യുന്നത് കാണുന്നില്ല, നിസ്കരിക്കുന്നില്ല, അവരോട് പറയാ അഖി നിസ്കരിക്ക്, വാജിബാണ്, ഇത് ചെയ്യണം എന്ന് പറയും. ഹറാമ് ചെയ്യുന്ന ഒരാളെ കണ്ടാൽ എന്ത് പറയും? അഖി ഇത് ചെയ്യാൻ പാടില്ല. ഇത് പരസ്പരം ഉപദേശിക്കണം. ഇത് ഉപദേശിച്ചില്ലെങ്കിൽ അള്ളാഹിന്റെ ശിക്ഷ വരും എല്ലാവർക്കും എന്നാണ്. പ്രാർത്ഥന സ്വീകരിക്കപ്പെടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വല്ലാഹി ലതഅമുറന്ന ബിൽ മഅറൂഫ് വലതൻഹവുന്ന അനിൽ മുൻകർ أو يوشكن الله أن يبعث عليكم عقابا من عنده ثم تدعونه فلا يستجيب لكم أو كما قال നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം, തിന്മ വിലക്കുക തന്നെ വേണം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങും. പിന്നെ നിങ്ങൾ പ്രാർത്ഥിച്ച ഉത്തരം കിട്ടൂല. തിന്മ എങ്ങനെ തടയേണ്ടത്? കൈകൊണ്ട് തടയണം. ആദ്യം കൈകൊണ്ട് തടയാൻ സാധിക്കുകയില്ല എങ്കിൽ, അല്ലെങ്കിൽ കൈകൊണ്ട് തടഞ്ഞാൽ കൂടുതൽ ഫിത്നയാണ് ഉണ്ടാവുക, നന്മ ഉണ്ടാവില്ല, നേരെ വിപരീത ഫലം ഉണ്ടാവുന്നുണ്ടാൽ നാം കൊണ്ട് പറയാം.
നാവുകൊണ്ട് പറയാനും പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഖൽബ് കൊണ്ട് വെറുക്കുക. അദാലിക അദ്അഫുൽ ഈമാൻ, അതാണ് ഏറ്റവും ദുർബലമായ ഈമാൻ. വലൈസ വറാഅ ദാലിക മിസ്ഖാല ദർറത്തിൻ മിൻ ഈമാൻ. അതിന് ശേഷം മനസ്സുകൊണ്ടൊരു വെറുപ്പില്ലെങ്കിൽ പിന്നെ ഒരു തരി ഈമാൻ ഇല്ല. അതാണ് മനസ്സിലായില്ല. ഇത് തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണ്, കുടുംബത്തിൽ, അടുത്തുള്ള ആളുകളിൽ, പിന്നെ പുറത്തേക്ക്. ഇത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് അതിന് മടിക്കാനേ പാടില്ല. എന്താ സംഭവിക്കുക? കൊല്ലോ എന്തായാലും കൂടിപ്പോയത് കൊല്ലല്ലേ? ഷഹാദത്താണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. അവന് ഷഹാദത്ത് കിട്ടി, ഷഹീദായി അവൻ. പിന്നെ ആരെയാണ് പഠിക്കാനുള്ളത്? അള്ളാഹ്ക്ക്. അതും ഇഖ്ലാസ് വേണം, അള്ളാഹ്ക്ക് വേണ്ടി ആയിരിക്കണം. ആളുകളെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ഞാൻ വേറൊരു ഉദ്ദേശം അതിൽ കടത്താൻ പാടില്ല. നമ്മളിലേക്കല്ല നമ്മൾ ക്ഷണിക്കേണ്ടത്, പിന്നെ ആരിലേക്കാണ്? അള്ളാഹുലേക്ക്. നമ്മളിലേക്ക് ക്ഷണിക്കുമ്പോൾ നമുക്ക് പ്രശ്നം വരും. അള്ളാഹുലേക്ക് ക്ഷണിച്ചാൽ യാതൊരു പ്രശ്നമില്ല. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കേണ്ടത്. അപ്പോൾ വാജിബ് ചെയ്യുന്നില്ലെങ്കിലും ഉപദേശിക്കണം, ഹറാം ചെയ്യുന്നത് കണ്ടാലും ഉപദേശിക്കണം, പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായല്ലോ? അസിഫത്തുർ റാബിഅ വതവാസൗ ബിസ്സബ്ർ. സത്യം ഉപദേശിക്കുന്നതിന്റെ കൂടെ സബർ പറയാനുള്ള കാരണം തന്നെ എന്താണ്? ഉപദേശിച്ചാൽ പലതും സഹിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ലുഖ്മാൻ അലൈഹിസ്സലാം മകനോട് പറഞ്ഞത്, യാ ബുനയ്യ അഖിമിസ് സ്വലാഹ് വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. മോനെ, നീ നിസ്കാരം നിലനിർത്തണം, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം, അതിലുണ്ടാകുന്ന പ്രയാസങ്ങൾ ക്ഷമിക്കണം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു കൊടുത്തു. നല്ല ദൃഢനിശ്ചയം വേണ്ട കാര്യങ്ങളാണത്. നമ്മൾ കുട്ടികളോട് എന്താ പറഞ്ഞു കൊടുക്കുക? മോനെ, പലതും കാണും, അതൊന്നും നമ്മൾ നോക്കണ്ട, നമ്മളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നാണ് പൊതുവെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുള്ളത്. ഒന്നും ഇടപെടാതെ നമ്മളെ കാര്യം നോക്കി പോവുക, ആളുകൾ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് അല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, മറിച്ച് ഇടപെടാനാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. മനസ്സിലായില്ല? പറഞ്ഞു കൊടുക്കാനാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതാണ് ഈ ഏറ്റവും നല്ല ഒരു കുട്ടിക്ക് ഉപ്പ പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ ഉദാഹരണം അള്ളാഹു ഖുർആനിൽ പറഞ്ഞെന്തിനാണ്? ഖുർആൻ അള്ളാഹു വെറുതെ കഥ പറഞ്ഞാണോ? അല്ല, നമുക്ക് ഗുണപാഠം ഉൾക്കൊള്ളാൻ വേണ്ടി പറഞ്ഞതാണ്. പറഞ്ഞു കൊടുക്കണം, ആളുകളോട് ഉപദേശിക്കാൻ, ആളുകളോട് ഇടപെടാൻ, ആളുകളോടുള്ള പെരുമാറ്റം ലുഖ്മാൻ പഠിപ്പിച്ചു കൊടുത്തില്ലേ? വലാ തുസഇർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർദി മറഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. നീ ജനങ്ങൾക്ക് നേരെ നിന്റെ മുഖം ഇങ്ങനെ കവിള് തിരിക്കരുത്, അഹങ്കാരത്തോട് തിരിച്ചു കളയരുത്, ഭൂമിയിൽ അഹങ്കാരത്തോടെ നടക്കരുത്. അള്ളാഹു അഹങ്കാരിയായ പൊങ്ങച്ചക്കാരൻ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. മോനെ, നീ നിന്റെ നടത്തത്തിൽ മിതത്വം പാലിക്കുക, ശബ്ദം താഴ്ത്തുക. തീർച്ചയായും ഏറ്റവും വെറുക്കപ്പെട്ട ശബ്ദം കഴുതയുടെ ശബ്ദമാണ്. മകനോട് പറഞ്ഞു കൊടുത്തു. ആളുകളോട് പെരുമാറ്റം, ഇടപാടും പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. അതിൽപ്പെട്ടതാണ് അവരോട് നന്മ ഉപദേശിക്കുക. മുസ്ലിങ്ങളോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ് അവർക്ക് നന്മ ഉപദേശിച്ചു കൊടുക്കുക എന്നുള്ളത്. മുസ്ലിങ്ങളോട് നസീഹത്തുണ്ടല്ലോ, അദ്ദീനു അന്നസീഹ. ഖീല ലിമൻ യാ റസൂലല്ലാഹ് ലില്ലാഹി വലികിതാബിഹി വലിറസൂലിഹി വലിഅഇമ്മത്തിൽ മുസ്ലിമീന വഅമ്മത്തിഹിം. ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ നസീഹത്താണ്, ഗുണകാംക്ഷയാണ്, കൂറുപാലിക്കലാണ്. ആരോടാണ് നബിയെ? അള്ളാഹുവിനോട്, അള്ളാഹിന്റെ കിതാബിനോട്, റസൂലിനോട്, മുസ്ലിം ഭരണാധികാരികളോട്, മുസ്ലിം പൊതുജനങ്ങളോട്. അവരോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ് നന്മ ഉപദേശിക്കലും തിന്മ വിലക്കലും. അവരോട് ചെയ്യുന്ന ഉപകാരമാണ്. ഉൻസുർ അഖാക ളാലിമൻ ഔ മഗ്ലൂമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ സഹോദരനെ നീ സഹായിക്കുക, അവൻ അക്രമിയായിരിക്കുമ്പോഴും അവൻ ആക്രമിക്കപ്പെടുമ്പോഴും. സഹാബത്ത് ചോദിച്ചു, നബിയെ, ആക്രമിക്കപ്പെടുമ്പോൾ സഹായിക്കുക, അതാ ശരി, അവൻ സഹായിക്കണം. അക്രമിയായിരിക്കുമ്പോൾ അങ്ങനെ സഹായിക്കുക. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞു കൊടുത്തത്? അവൻ അക്രമത്തിൽ തടയുക. ഇത് പാടില്ല എന്ന് അവന് പറഞ്ഞു കൊടുക്കുക. അത് അവന് സഹായിക്കലാണ്. അത് അവന് ചിലപ്പോൾ ഇത് എന്നെ മോശാക്കലാണ് എന്ന് തോന്നിയാൽ യഥാർത്ഥത്തിൽ അവനെ സഹായിക്കലാണ്. നല്ല ആളുകൾ അത് ഉൾക്കൊള്ളും, മോശ ആളുകൾ പോട്ടെ, നമ്മൾ ബാധ്യത തീർന്നല്ലോ. നല്ല ആളുകൾ സ്വീകരിക്കും. ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. നീ ഉത്ബോധനം നടത്തുക, ഉത്ബോധനം മുഅ്മിനുകൾക്ക് ഉപകാരപ്പെടും. യൂസി ബഅ്ദുഹും ബഅ്ദൻ ബിസ്സബ്ർ വസ്സബ്ർ ഹബ്സുൻ നഫ്സി അമ്മാ ലാ യൻബഗി ഫിഅലഹു. സബ്ർ എന്ന് പറഞ്ഞാൽ എന്താണ്?
സബർ എന്ന് പറഞ്ഞാൽ നഫ്സിനെ പിടിച്ചു വെക്കലാണ്. നഫ്സിനെ പിടിച്ചു വെക്കലാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ നിന്ന്. ഇത് പണ്ഡിതന്മാർ സബറിനെ 3 തരമായി തിരിച്ചിരിക്കുന്നു. എത്രയായി തിരിച്ചിരിക്കുന്നു? 3. ഒന്ന്, സബറുൻ അലാ താഅത്തില്ലാഹ്, അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ ക്ഷമിക്കുക. നിസ്കരിക്കണമെങ്കിൽ ക്ഷമ വേണം, സക്കാത്ത് കൊടുക്കണമെങ്കിൽ ക്ഷമ വേണം, ഇബാദത്തുകൾ ചെയ്യാൻ ക്ഷമ വേണം. 2, സബറുൻ അൻ മഹാരിമില്ലാഹ്, രണ്ടാമത്തെ എന്താണ്? ഹറാമുകൾ ചെയ്യാതിരിക്കാൻ ക്ഷമ വേണം, നല്ല ക്ഷമ വേണം. ഹറാമ അതിലേക്ക് മനസ്സ് ആഗ്രഹിക്കും, മനസ്സ് പ്രേരിപ്പിക്കും, ശൈത്താൻ പ്രേരിപ്പിക്കും. അപ്പൊ എന്ത് വേണം? ക്ഷമിക്കണം. അതിന് സബർ വേണം. 3ാമത്തെ സബർ എന്താണ്? സബറുൻ അല അഖ്ദാരില്ലാഹ്, അള്ളാഹുവിന്റെ ഖദറിൽ ക്ഷമിക്കുക. വിധിയായി നമുക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, ആളുകൾ മരിച്ചു പോവുക, സമ്പത്ത് നശിക്കുക, രോഗം വരിക, ഇങ്ങനെ പലതും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ആളുടെ ഖദറിൽ ക്ഷമിക്കുക. ഇത് 3 പണ്ഡിതന്മാർ തിരിച്ചിരിക്കുന്നു. ഇപ്പൊ ശേഖ് എനിക്ക് ഉദാഹരണം പറയുന്നുണ്ട്, ഞാൻ വായിക്കുന്നില്ല, പറഞ്ഞു പോകാം. ഇപ്പൊ ചില ആളുകൾക്ക് നിസ്കരിക്കാൻ മടിയായിരിക്കും. ജമാഅത്തായി നിസ്കരിക്കാം, ഞാൻ വീട്ടിൽ നിസ്കരിച്ചോളാം എന്ന് പറഞ്ഞാൽ വാജിബാണ് പള്ളിയിൽ പോയി നിസ്കരിക്കണം. നാട്ടിലുണ്ടോ? രോഗങ്ങളൊന്നുമില്ലേ? ബാങ്ക് വെക്കുന്ന ദൂരത്തിൽ പള്ളിയുണ്ടോ? എന്നാൽ പുരുഷന് നിർബന്ധമാണ് ജമാഅത്തിന് പോകാൻ. എല്ലാ പുരുഷന്മാർക്കും നിർബന്ധമാണ്. ആരെങ്കിലും കുറച്ചു കൂട്ടി നിസ്കരിച്ചാൽ ബാക്കിയുള്ളവർക്ക് ശിക്ഷയിൽ ഒഴിവാകുകയില്ല. ഫർദ് ഐൻ തന്നെയാണ്. ഫർദ് കിഫായ അല്ല, ഫർദ് ഐൻ തന്നെയാണ്. ഫർദ് കിഫ എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ അതുപോലെ ചില ആളുകൾക്ക് സക്കാത്ത് കൊടുക്കാൻ മടിയുണ്ടാവും. ഷേഖ് പറയുന്നു, പ്രത്യേകിച്ച് കുറേ ഉണ്ടെങ്കിൽ, സക്കാത്ത് കൂട്ടി നോക്കുമ്പോൾ വലിയൊരു തുക വരുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു മടി, പിശുക്ക്. അപ്പൊ എന്താണ്? ഇത് അള്ളാഹുവിന്റെ താഅത്ത് ചെയ്യാനുള്ള മടിയാണ്. അതുപോലെ നിസ്കാരത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞല്ലോ, ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, അള്ളാഹുവിനെ ഖുശൂ ഉള്ളവർക്കല്ലാതെ നിസ്കാരം വലിയ ഭാരമുള്ളതാണ്. അതെന്തുകൊണ്ടാണ്? ഈ ക്ഷമ ഇല്ലാത്തത് കൊണ്ടാണ്. അവരെന്ത് വേണം? ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കണം. അതുപോലെ ചില ആളുകൾ, ഷേഖ് ഉദാഹരണം പറയുന്നു, ഹറാമായത് സ്വീകരിക്കും, ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിക്കും. ചില ആളുകൾ പലിശ തിന്നും, ആളുകളെ പറ്റിച്ചിട്ടും സാധനങ്ങളുടെ ന്യൂനതകൾ മറച്ചു വെച്ച് കച്ചവടം ചെയ്യുക, പൂഴ്ത്തി വെക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ. അവരോടും പറയണം, ഇസ്ബിർ യാ അഖി നഫ്സക ലാ തതഅമൽ അലാ വജ്ഹി മുഹറം, നീ ഇതിൽ നിന്റെ നഫ്സിനെ ക്ഷമ ആദ്യം പഠിപ്പിക്കണം. ഇങ്ങനത്തെ ഹറാം ഉപേക്ഷിക്കാനുള്ള ക്ഷമ വേണം. അതുപോലെ ചില ആളുകൾ, ഷേഖ് പറഞ്ഞു, വബഅദുൻ നാസ യുബ്തലാ ബിന്നളരി ഇല നിസാ, ചില ആളുകൾക്കുള്ള എന്താണ്? സ്ത്രീകൾ, അന്യ സ്ത്രീകളെ നോക്കുക എന്നുള്ളത്. അവരെ ഷേഖ് പറയുന്ന, അവരിങ്ങനെ അങ്ങാടിയിലൂടെ നടക്കുന്ന കാണാൻ ഏത് പെണ്ണതിലെ പോയാലും അവന്റെ കണ്ണ് അതിന്റെ പിന്നാലെ ഉണ്ടാവും. ഇതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? അന്നദറു സഹ്മും മിൻ സിഹാമി ഇബ്ലീസ്, ഇബ്ലീസിന്റെ അമ്പുകളിൽപ്പെട്ട ഒരു അമ്പാണ് നോട്ടം എന്ന് പറയുന്നത്. നോട്ടം നമ്മുടെ മനസ്സിലൊരു തീപ്പൊരി ഉണ്ടാക്കും, അതൊരു ചിന്ത ഉണ്ടാക്കും, ആ ചിന്ത ഒരാഗ്രഹം ഉണ്ടാക്കും, ആഗ്രഹം പിന്നെ ഒരു ഇറാദത്ത് ഉണ്ടാക്കും, ഒരു ഉദ്ദേശം ഉണ്ടാക്കും, ആ ഉദ്ദേശം പിന്നെ ശക്തിയായി അവന് കടുത്ത തീരുമാനം തന്നെ എടുക്കും, പിന്നെ ശഹവത്തിൽ ഹറാം ചെയ്യും. അപ്പോൾ ആ തുടക്കം എന്താ? നോട്ടാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളതാണ്, നോട്ടം ഒരു തീപ്പൊരി ഉണ്ടാക്കും, അതൊരു ചിന്തയായി മാറും. അതിങ്ങനെ ചിന്തിച്ച് പിന്നെ ശഹവത്ത്, അത് ആഗ്രഹമാവും, അത് പിന്നെ തീരുമാനമാവും, പിന്നെ നടത്താം. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. ക്ഷമ വേണം, വലിയ ക്ഷമ വേണം. അത് ഒരുപാട് പറയേണ്ട വിഷയം തന്നെയാണ്. ആ വിഷയം പറഞ്ഞു പഠിപ്പിക്കേണ്ട വിഷയം തന്നെയാണ്. അതുപോലെ ഈ ഖദറിൽ ക്ഷമിക്കണം. പ്രയാസങ്ങളുണ്ട്, രോഗങ്ങൾ വന്നാൽ അതിങ്ങനെ അതിൽ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ആളെ അവരോട് പറഞ്ഞു കൊടുക്കണം. ഷേഖ് പറയുന്നു, ഈ ജസ ഇങ്ങനെ പൊറുതികേട് കാണിക്കുക എന്നുള്ളത് കൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാവില്ല. അതുപോലെ ദുഃഖത്തിൽ തന്നെ കഴിഞ്ഞുകൂടുക എന്നുള്ളത് കൊണ്ട് ദുഃഖം കുറയില്ല, മറിച്ച് അത് മറന്നു കളയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചതുപോലെ നബിയുടെ മക്കളിൽ ഒരാളോട് പറഞ്ഞു, ഇന്ന ലില്ലാഹി മാ അഖദ്, ഒരാൾ മരിച്ചപ്പോൾ പറഞ്ഞതാണ്, അള്ളാഹു എടുത്തത്, അള്ളാഹു തിരിച്ചെടുത്തത് അള്ളാഹിൻ്റെതാണ്. വലഹു മാ അഅത, തന്നതും ആരുതാണ്? അള്ളാഹുവിൻ്റെതാണ്. വകുല്ലു ഷൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ, അള്ളാഹിൻ്റെ അടുത്ത് എല്ലാത്തിനും ഒരു കണക്കുണ്ട്. അതുകൊണ്ട് ഫമുർഹ, ആ പെണ്ണിനോട് കൽപ്പിക്കുക, മരണത്തിൽ സങ്കടപ്പെടുന്ന സ്ത്രീയോട് കൽപ്പിക്കുക, വൽ തസ്ബിർ വൽ തഹ്തസിബ്, അവൾ ക്ഷമിക്കട്ടെ, അള്ളാഹിന്റെ അടുത്ത് പ്രതിഫലം പ്രതീക്ഷിക്കട്ടെ. ഇതുപോലെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് പൊറുതികേട് കാണിക്കുന്ന ആളുകളോട് എന്ത് വേണം? സബർ ഉപദേശിക്കുക.
അതാണ് എന്ത് പറഞ്ഞത്, വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. ഇങ്ങനെയുള്ള 3 കാര്യങ്ങളിലും ക്ഷമിക്കാത്ത ആളുകളോട് ക്ഷമ ഉപദേശിച്ചു കൊടുക്കുക. അതുപോലെ ഇത് ഉപദേശിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ക്ഷമിക്കുക എന്നൊരു സൂചനയും കൂടി അതിലുണ്ട്. ഇനി ഒരു മസ്അല ഷെയ്ഖ് പറയുന്നതിന്റെ ഇടയിൽ അല്ലാഹു തആല മുൽക്കഹു കൈഫ തഅതിബു അലാ റബ്ബിക. നമുക്ക് തന്ന സമ്പത്തോ ആരോഗ്യമോ അല്ലെങ്കിൽ കുട്ടികളോ ആരെങ്കിലും മരിച്ചുപോയാൽ തന്നെ ഇതൊക്കെ അള്ളാഹിൻ്റെതാണ്. അള്ളാഹു അവന്റെ മുൽക്ക് തിരിച്ചെടുത്തതിന് എനിക്ക് എങ്ങനെ അള്ളാഹിനെ വെറുക്കാൻ സാധിക്കും? അവന്റെ ഒരു കാര്യം അള്ളാഹു എടുത്തതിന് അള്ളാഹിനെ നീ എങ്ങനെ വെറുക്കും? അള്ളാഹിൻ്റെതല്ലേ അള്ളാഹു എടുത്തിട്ടുള്ളൂ, നിന്റെതല്ലല്ലോ അള്ളാഹു എടുത്തത്, അള്ളാഹുവിൻ്റെതാണ്. പിന്നെ എനിക്ക് എങ്ങനെ അള്ളാഹിനെ വെറുക്കാൻ സാധിക്കും? മാത്രമല്ല ക്ഷമക്ക് വലിയ പ്രതിഫലം ഉണ്ടാവും. രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളുകൾ പരലോകത്ത് വിചാരിക്കും, രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളുകൾക്ക് പരലോകത്തിലുള്ള പ്രതിഫലം കണ്ടാൽ രോഗങ്ങൾ ഇല്ലാതിരുന്ന ആളുകൾ എന്താ വിചാരിക്കുക, ദുനിയാവിൽ ഞങ്ങളുടെ തൊലി കത്രിക കൊണ്ട് കീറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നമ്മൾ പറഞ്ഞത് കീറാന്നല്ല, പിന്നെയോ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഇവർക്ക് കിട്ടുന്ന പ്രതിഫലം കണ്ടാൽ ആഗ്രഹിച്ചു പോകുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് ക്ഷമിക്കുക. അതുപോലെ കുട്ടികൾ മരിച്ചാൽ മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹദീസുകൾ, അള്ളാഹു എന്ത് പറയും, അവന് സ്വർഗത്തിൽ വീട് പണിയുക, ബൈത്തുൽ ഹംദ് എന്ന് പേരിടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഷെയ്ഖ് പറയുന്നു ഒരു മസാല, ഇതിൽ ഏത് സബറാണ് കൂടുതൽ പ്രയാസം? ഇബാദത്ത് ചെയ്യാനുള്ള സബറാണോ, ഹറാമുകൾ ചെയ്യാതിരിക്കാനുള്ള സബറാണോ, അതല്ല അള്ളാഹിന്റെ വിധികൾ വന്നാലുള്ള സബറാണോ? ഇത് ഓരോരുത്തർക്ക് അനുസരിച്ചിരിക്കുന്നതാണ് ഷെയ്ഖ് പറയുന്നത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നത് അങ്ങനെ. ചിലർക്ക് ഇബാദത്ത് എളുപ്പമായിരിക്കും, എന്താണ് ഹറാമ് ഒഴിവാക്കാൻ ഭയങ്കര അതിൽ ക്ഷമ ഉണ്ടാവില്ല. ചിലർക്ക് ഇത് രണ്ടും ശരിയാവും, എന്നാലോ അള്ളാഹിന് എന്തെങ്കിലും രോഗങ്ങളോ വന്നാലോ ആരെങ്കിലും മരിച്ചാലോ എന്തെങ്കിലും പറയാം, അതിൽ ക്ഷമിക്കാൻ കഴിയില്ല. ഇത് ഓരോരുത്തർക്ക് ഓരോ വിധത്തിലാണ്. അത് നമുക്ക് ആളുകളെ കണ്ടാൽ മനസ്സിലാവും. ദുനിയാവിന്റെ കാര്യത്തിൽ നല്ല ക്ഷമയുള്ള ആളുണ്ട്, നല്ല സ്വഭാവം, നല്ല, എന്നാൽ ഓനെ ഇബാദത്തിലൊന്നും ഒരു ശ്രദ്ധ ഉണ്ടാവില്ല, ഹറാമുകളൊക്കെ ചെയ്യും. നേരെ തിരിച്ച് കാണാം, അള്ളാഹിനെ പേടിച്ച് ജീവിക്കുന്ന ഹറാമുകളും ചെയ്യാം. എന്നാൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ ക്ഷമിക്കുക. ഇത് ഓരോരുത്തർക്കും ഓരോ നിലക്കാണ്. അള്ളാഹു നമുക്ക് സബർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഈ 4 ഗുണങ്ങൾ ശ്രദ്ധിക്കുക: ഈമാൻ, അമൽ സാലിഹ്, സത്യം കൊണ്ടുള്ള പരസ്പര ഉപദേശം, ക്ഷമ കൊണ്ടുള്ള ഉപദേശം. ഇനി ഇമാം ശാഫിഈ റഹിമഹുല്ലാ പറഞ്ഞ ഒരു ഖൗല് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സൂറത്തിനെ കുറിച്ച് പറഞ്ഞ നിങ്ങൾ ഉസൂൽ സലാസയിൽ കേട്ടിട്ടുണ്ടാവും. ലൗ മാ അൻസലല്ലാഹു അലാ ഇബാദിഹി ഹുജ്ജതൻ ഇല്ലാ ഹാദിഹി സൂറ ലകഫതുഹും ലൗ ലം യുനസ്സിലില്ലാ, അങ്ങനെ ഒരു റിവായത്ത് വന്നിട്ടുണ്ട്. അള്ളാഹു ഇറക്കിയില്ലായിരുന്നെങ്കിൽ അലാ ഇബാദിഹി, അവന്റെ അടിമകൾക്കെതിരിൽ ഹുജ്ജത്തായിക്കൊണ്ട്, നമുക്ക് പരലോകത്ത് ചെന്നാൽ ഈ സൂറത്ത് മാത്രമേ അള്ളാഹ് നമുക്ക് ഇറക്കി തന്നിട്ടുള്ളൂ എങ്കിൽ പോലും അത് മതിയാവും. കാരണം ഈ സൂറത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ടെന്നാണ്. അത്രയും കാര്യങ്ങൾ ഈ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് മാത്രം അള്ളാഹ് ഇറക്കിയിട്ടുള്ളെങ്കിൽ പോലും പരലോകത്ത് നമുക്കെതിരായി ഇത് മതി എന്നാണ്, നമ്മളിത് പാലിച്ചിട്ടില്ലെങ്കിൽ. അത്രയും ആശയസമ്പുഷ്ടമായ സൂറത്താണിതെന്ന് ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹിമഹുല്ലാ പറഞ്ഞിരിക്കുന്നു. ഇത്രയാണ്, ഞാൻ വിശദീകരിച്ച് വായിച്ചിട്ടില്ല, അതിലുള്ള ആശയമാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ പറയപ്പെട്ട നല്ല മുഅ്മിനുകളിൽ ഈ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു ഈമാനും അമലും സാലിഹും സബറും ഹഖിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖുമൊക്കെ നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم بارك لنا في علمنا وفهمنا. ربنا زدنا علما نافعا وعملا متقبلا ورزقا طيبا. اللهم بارك في هذا البيت وأهله. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.